അതൊരു ലോഞ്ചർ പോലെ ഇതും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കൂൾ ഫീൽ ഇല്ലേ? ഭയങ്കര കൂൾ ഫീൽ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഒരു തീം, ചെറിയ സ്പേസിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ടേബിൾ ടോപ്പ് നാനോ വെയിറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. അത് അവർ ഭംഗിയായിട്ട് ഗ്രൂ ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട്. അതിന്റെ ഒരു പ്രത്യേകത 2 കെട്ടിൽ ഒന്നിച്ചിട്ട് അപ്പൊ അത്രയും റൂമില് അത് നമ്മുടെ WPC-ലല്ലേ ചെയ്തിരിക്കുന്നത്. വണ്ടികളുടെ എല്ലാ ബാത്റൂമിലും ഉണ്ട്. ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. ഏത് വീട് ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യണം. ഒരാഗ്രഹം കൂടിയാണ്. മികച്ച രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിറ്റിയോടെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഇട്ട് കാണാൻ ഭംഗിയായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന, അങ്ങനെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആക്ച്വലി ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ തൃശ്ശൂർ അങ്കമാലിക്കടുത്ത് ഫെഡറൽ സിറ്റിയിലുള്ള നമ്മുടെ ടോം സാറിൻ്റെയും ലീന മാഡത്തിൻ്റെയും വീട്. കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ്. ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പെക്ട്രോ ഡെക്കറാണ് കേട്ടോ, തൃശ്ശൂർ മുണ്ടൂർ സ്പെക്ട്രോ ഡെക്കർ. അപ്പോൾ കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഭാഷയുണ്ട് വീണ്ടും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഫെഡറൽ സിറ്റിയിലാണ്. ഫെഡറൽ സിറ്റി അങ്കമാലി അടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ പ്രൊജക്റ്റാണ് ഫെഡറൽ സിറ്റി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കതാ ഇവിടെ തൊട്ട് നമ്മുടെ പണി തുടങ്ങുകയാണ്. മറൈൻ പ്ലൈവുഡ് അല്ലേ നമ്മുടെ എപ്പോഴും പറയുന്നത് പോലെ? സെയിം തന്നെ നമ്മുടെ മറൈൻ പ്ലൈ WPC PVC കോമ്പിനേഷൻ. ഇത് പാനൽ ചെയ്തിരിക്കുകയാണ്, അക്രിലിക് ആണ്. ഇതില് ഒരു മറ്റേ കണ്ടു ഒരു ഗോൾഡൻ ടിന്റ് വന്നിട്ടുള്ള ഒരു മാർബിൾ ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇവിടെ. പിന്നെ എനിക്ക് ഷൂറാക്ക് ആണ്. അപ്പൊ ഷൂറാക്ക് വിചാരിക്കും നമുക്ക് ഒരു ഈ കാണുന്ന ഡെപ്ത് ഇവിടെ ഉള്ളൂ, പക്ഷെ ഇവിടത്തേക്ക് നോക്കുമ്പോ കുറച്ചുകൂടി ഡെപ്ത് കൂട്ടി. അപ്പൊ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ കൂടി യൂസ്ഫുൾ ആക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ് അല്ലേ. പിന്നെ ഉള്ളത് ഇവിടുത്തെ പാർട്ടീഷനാണ്, അത് ഞങ്ങൾ വഴിയേ പറയാവേ. അപ്പോൾ നമുക്ക് നേരെ പിന്നെ അത് ഇവിടെ ഇങ്ങനെയുള്ള ഏരിയാസ്, ഇവിടെയാണ് നമ്മുടെ ELCB വന്നിരിക്കുന്നത് അല്ലേ. ഇത് ഫുള്ള്, അതായത് TV യൂണിറ്റ്, നമ്മൾ കുറച്ചുകൂടി 2 സൈഡിലും ലൈറ്റ്, TV. എനിക്ക് തോന്നുന്നു ഇവരിവിടെ പ്രവാസികളാണല്ലോ, സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെയാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അതൊരു ലോഞ്ചർ പോലെ ഇതും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ ഫർണിച്ചർ, ഇവരുടെ പഴയ ഫർണിച്ചറും പൂർണ്ണമായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, കാരണം ഇത് റിനോവേഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം വന്ന് കണ്ടപ്പോ ഇതൊരു ട്രഡീഷണൽ ടൈപ്പിലുള്ളതാണ്. മാഡത്തിന് സാറിനും കുറച്ചും കൂടി മോഡേൺ ടൈപ്പിലുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ ഇന്റീരിയർ ഒന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മാം സാറ് പറഞ്ഞിരുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫേർണിച്ചേഴ്സ്, ബെഡ് കോട്ട്, അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിരുന്നു ഇവിടെ ഉള്ളത്. അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു തീം എടുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മെറ്റൽ ഡെക്കോർ, അതിന്റെ ബാക്കിലെ ടെക്സ്ചർ വെയിൻസ്കോട്ടിന്റെ ഒരു ഡിസൈൻ ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സീലിംഗ് നോക്കിയാൽ അറിയാം, വളരെ പ്ലെയിൻ ആയിട്ട്. ലൈറ്റിങ് പൊതുവെ ഇവിടെ കുറവായിരുന്നു, അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വരാനുള്ള രീതിയിലുള്ള കോബ് ലൈറ്റ്സും പ്രൊഫൈൽസും ഒക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തു. ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കൂൾ ഫീൽ ഇല്ലേ? ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഒരു തീം, ഭയങ്കര ഒരു കൂൾ ആയിട്ടുള്ള ഒരു തീമാണ്. അതായത് ഒരു വൈറ്റ് ബീച്ച് കോമ്പിനേഷൻ എല്ലായിടത്തും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യൻ ഭവനങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രയർ ഏരിയ എന്ന് പറയുന്നതിനേക്കാൾ സെൻട്രൽ പവർ യൂണിറ്റ് ആണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ വീട്ടില്, എൻ്റെ വീട്ടിൽ ഞാൻ അന്ന് ആശയെടുത്ത് പറഞ്ഞത് നമുക്കൊരു റൂം വേണ്ട, ഇതുപോലെ ഒരു സെൻട്രൽ പവർ യൂണിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് അല്ലേ. എൽ ഷേപ്പ് കിച്ചൺ അല്ലേ. കിച്ചൺ ആക്ച്വലി അജയ് ഇങ്ങനെ ആയിരുന്നില്ല. ഇത് കുറച്ച് ഇവിടെ വേറൊരു ഇതുപോലെ ഒരു വേറെ ഭിത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് എന്താ വെച്ചാല് അറിയാലോ, ഫ്ലാറ്റ് ആവുമ്പോ സ്ഥലപരിമിതി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഡീമോളിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഈ ഒരു കിച്ചനെ ഈ ഒരു ലെവലിലേക്ക് ഒരു സിംഗിൾ കിച്ചൺ ഒരു ആക്കുന്ന രീതിയിലേക്ക് മാറ്റിയതാണ്. അപ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഭാഗത്തേക്ക് നമുക്ക് ഡ്രയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ അതുപോലെ നമ്മളുടെ സിങ്ക് കഴിഞ്ഞിട്ടാണ് ഈ ഏരിയ ഒരു രീതിയിൽ കൊടുക്കാം. എന്നാൽ കുക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പേസ് എല്ലായിടത്തും ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അതെ. ഇതുപോലുള്ള, അതായത് അപ്പർ യൂണിറ്റും ലോവർ യൂണിറ്റും നമുക്ക് ആവശ്യത്തിന്
ആക്സസറീസ് ഉൾപ്പെടെ അല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ അതെ, GTPT ഉണ്ട് അതില്. GTPT കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ലൈറ്റ് ഉള്ളില് റണ്ണിംഗ് ലൈറ്റ് പോകുന്നുണ്ടാവും. റണ്ണിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവരിവിടെ താമസമുണ്ട്, അതുകൊണ്ട് എല്ലാം തുറന്നു കാണിക്കാനുള്ള നിർവാഹമില്ല. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം എല്ലാ ആക്സസറീസും കൊടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതും ആ ഒരു വൈറ്റ് ബീച്ച് കളറല്ലേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ ഈ പറഞ്ഞ ഇങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മളുടെ കൺസീൽഡ് ഓവൻ, ഇത് 2 ടൈപ്പ് ഓവൻ വേണമെന്നുണ്ടായിരുന്നു. അത് രണ്ടും ഉണ്ടോ, മൈക്രോവേവും മോട്ടിജിയും അങ്ങനെ 2 ഓവനും വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ ട്രേ, ഇതിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷ് വെച്ചിട്ടുള്ള രീതിയിലാണ് ഷട്ടർ, അതായത് വെജിറ്റബിൾസ് ആണെങ്കിലും വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഏരിയ, ഇതും ഈ ചെറിയ സ്പേസിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ടോ നമുക്ക് ബാർ കൗണ്ടർ ആയിട്ടോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു വലിയ ഐറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പൊ ഒരു സ്ലൈഡിംഗ് ഡോർ ആണെങ്കിൽ ഇവിടെ കുറെ ഹിഞ്ചസ് ഉള്ള ടൈപ്പ് ഡോർ കൊടുക്കുന്നതിനേക്കാളും അവർക്ക് സൗകര്യം കുറച്ചുകൂടി ഇതായിരിക്കും. കാരണം ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ട് അതിൽ മോപ്പ് സ്റ്റോറേജും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ കിച്ചൺ കംപ്ലീറ്റ്ലി അല്ലേ? ഇത് ഇവരുടെ ഫാമിലി ട്രീ ആണല്ലേ കൊടുത്തിരിക്കുന്നത്. 2 മകനും മകളും ഇവിടെ ഇല്ല, അവർ 2 പേരേ ഉള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് അവരുമായിട്ട് സംസാരിക്കാം. ഇതും നേരത്തെ ഉണ്ടായിരുന്ന ടേബിൾ തന്നെയാണ്. പക്ഷെ ടേബിൾ ടോപ്പ് വന്നിരിക്കുന്നത് നാനോ വെയിറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. അത് അവർ ഭംഗിയായിട്ട് ഗ്രൂ ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പോളിഷ് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു വോള് സെയിം നമ്മൾ ഡൈനിങ്ങിന് കൊടുത്ത അതേപോലെ തന്നെ വെയിൻസ്കോട്ട് ഡിസൈൻ കൊടുത്തു. സെന്ററിൽ സെയിം ഈ ഒരു ബീജിന്റെ ഡാർക്ക് വരുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് സ്മൂത്ത് ഫിനിഷ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ വാഷ് ഏരിയ ആയാലും സാധാരണ കാണുന്ന പോലെ ഒരു ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് ഓപ്പൺ ലെഡ്ജസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇതെല്ലാം ബാക്കിയുള്ള സ്റ്റോറേജ് ഉണ്ട്. അതെല്ലാം പിന്നെ WPC ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ മുഴുവൻ WPC. ബാക്കിയുള്ള ഏരിയസ് മറൈൻ പ്ലൈ. ടോട്ടല് 3 ബെഡ്റൂംസ് അല്ലേ ഇവിടെ? നമുക്ക് അന്നേരം ബെഡ്റൂംസിലോട്ടൊന്ന് കയറാം. പിന്നെ സീലിംഗ് എടുത്ത് പറയുന്നില്ല, സീലിംഗ് ഫുള്ള് പ്രൊഫൈൽ ലൈറ്റ്സ് ആ പോയിരിക്കുന്നത്. ജിപ്സം സീലിംഗ് അല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, പ്രൊഫൈൽ ലൈറ്റും ആവശ്യത്തിനുള്ള കോബ് ലൈറ്റ്, ചെറിയ കോബ് ലൈറ്റ്സ് നമുക്ക് ആവശ്യത്തിന് കോബ് ലൈറ്റ് വരുന്നു. പിന്നെ പ്രൊഫൈലും കൂടെ ആയപ്പോ കറക്റ്റ് ആയി. മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അതെ, മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത 2 കെട്ടിൽ ഒന്നിച്ചിട്ട്. അപ്പൊ അത്രയും കൂടി ഇവിടെയുള്ള മെറ്റീരിയൽസ് നമ്മൾ വേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. 2 ബെഡ് കോട്ട് ഒരുമിച്ച് ഒരു വലിയ ബെഡ് കോട്ട് ആക്കി മാറ്റി ബെഡ് കസ്റ്റമൈസ് ചെയ്തെടുത്തു. ഇതിവിടെ ഉള്ളതാ. ഈ ബാക്കിയുള്ള വർക്കുകളാണ് നമ്മൾ അത് ചെയ്തത്. വാർഡ്രോബ് ബെഡ് കോട്ടിന്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ടിൻഡൊക്കെ കൊടുത്ത് ആ ഒരു പാറ്റേണിലേക്ക് ആക്കി എടുത്തു. അതായത് ഈ റോസ്വുഡ് കളർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിരിക്കുന്നു അല്ലേ? കൂടാതെ ഇതും, അതായത് ഈ കളർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിന്റെ ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്ന കാണാൻ സാധിക്കും. ഒരു വർക്ക് ഏരിയ പോലെ, ഒരു വർക്കിംഗ് ടേബിൾ സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ്. അതില് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്, ഒരു സ്റ്റോറേജ് ഉണ്ട്, അടിയിൽ സ്റ്റോറേജ് ഉണ്ട്, ലോഫ്റ്റിൽ സ്റ്റോറേജ് ഉണ്ട്. ബെഡ് ആവുമ്പോ എപ്പോഴും നമുക്ക് സ്പേസ് ആണല്ലോ ഇതാവാത്ത ഇരിക്കുക. അടുത്ത ബെഡ്റൂം അല്ലേ? അതെ അതെ. ഈ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു പേരന്റ് ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗസ്റ്റ് ബെഡ് പോലെ അല്ലേ? മൾട്ടി ലെവൽ യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഉള്ളതിൽ കുറച്ച് ചെറിയ റൂം ഇതാണ്. പിന്നെ ഫ്ലാറ്റ് ആണല്ലോ. ഇതൊരു ഫുൾ ഇത് വാൾപേപ്പർ കസ്റ്റമൈസ് ചെയ്തെടുത്തു. പിന്നെ അതിനൊരു ചെറിയൊരു ബീഡിങ്ങും ലൈറ്റും ഒക്കെ കൊടുത്തു. ബെഡ് കോട്ട് ആസ് യൂഷ്വൽ ഇവരുടെ പഴയത് തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് ഏരിയ, വേറൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സെന്ററിൽ സ്റ്റോറേജ് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് ഡ്രസ് ചെയ്യാം, വേണമെങ്കിൽ ബാക്കിലേക്ക് നിൽക്കാൻ ഒരു ഫുൾ മിറർ ആയിട്ടും എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റോറേജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു രീതിയിൽ ചെയ്യാനും ക്ലിയർ ആണ്. പിന്നെ ഇവിടെയാണ് ബാത്റൂമിൽ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വാനിറ്റി കൗണ്ടേഴ്സ് ആണ് ബാത്റൂമില്. അത് നമ്മുടെ WPC അല്ലേ ചെയ്തിരിക്കുന്നത്? വാനിറ്റി കൗണ്ടർ എല്ലാ ബാത്റൂമിലും ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് പറഞ്ഞില്ല എന്നുള്ള ബാത്റൂമിലത്തെ എല്ലാ ഇതും. പിന്നെ വാഷ് ഏരിയ, സിങ്ക് ഏരിയ, അവിടെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് WPC ചെയ്യും. മൂന്നാമത്തെ ബെഡ്റൂം അല്ലേ? ഈ മൂന്നാമത്തെ ഓരോ ബെഡ്റൂം പറയുമ്പോൾ കർട്ടൻ ഉൾപ്പെടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കർട്ടൻ, സീലിംഗ്, ഡിസൈനിങ്, എക്സിക്യൂഷൻ എല്ലാം നമ്മുടെതാണ്. ഇത് പക്ഷെ പറഞ്ഞ പോലെ അവരുടെ കയ്യിലുണ്ടായത് 2 സൈഡ് ടേബിളും ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് നമ്മളൊരു പാനൽ ചെയ്ത്
അതിന്റെ ഉള്ളിൽ വാൾപേപ്പർ കൊടുത്തു. ആ ബീഡിങ്ങും സെയിം നമ്മുടെ ഇവിടുത്തെ വിൻഡോയുടെ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതല്ലേ, അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബീഡിങ് കൊടുത്ത് ചെയ്തതിന് ശേഷം പിന്നെ വാർഡ്രോബിലും നമ്മൾ പാറ്റേൺ പല രീതിയിൽ മാറ്റി. കോമ്പിനേഷൻ പാലറ്റിങ് സെയിം തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും വാർഡ്രോബ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു അലൂമിനിയം പ്രൊഫൈലിന്റെ ഗ്ലാസ് ഷട്ടർ കൊടുത്ത് ഇൻസൈഡ് കളർ ഇത് വെച്ചിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് യഥാർത്ഥത്തിൽ വർക്കായോ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ ആണല്ലോ, നമുക്ക് അവരോട് സംസാരിക്കാം, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ എൻ്റെ ഒപ്പം ടോം സാറും ലീന മേഡം ഉണ്ട്. പ്രവാസികളാണ്, കുറച്ച് നാളത്തെ അവധിക്കായിട്ട് നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പൊ വീട് ഫ്ലാറ്റ് എന്തും ആയിക്കോട്ടെ, അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ശരി, നമുക്ക് അതിനകത്താണ് എപ്പോഴും, പ്രത്യേകിച്ച് അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്ക് ലിവിങ് സ്റ്റാറ്റസ് കിട്ടുന്ന ഉള്ളിലാണ്. വീടിന് കുറച്ച് സമയമെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമെന്ന് വിചാരിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് റെനോവേഷൻ വർക്ക് കൂടിയാണ് അല്ലേ? ഒരു എത്രമാത്രം ഒരു ഇന്റീരിയർ ചെയ്യുമ്പോൾ എന്തുമാത്രം ഡ്രീംസ് ഉണ്ടായിരുന്നു, എത്രമാത്രം റിയാലിറ്റി അതിനകത്ത് കണക്ട് ചെയ്ത് വന്നു? ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇതൊരു ഞങ്ങളുടെ പണ്ടത്തെ ഫർണിച്ചേഴ്സ് എല്ലാം മുതൽ ഒരു പഴയ മോഡൽ ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പണ്ടത്തെ ഒരു രീതിയിൽ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 3D തന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മോഡേൺ ആയിട്ടുള്ളൊരു ഇത് വന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. പിന്നെ ഞങ്ങളത് മുന്നോട്ട് പോകായിരുന്നു. അപ്പോൾ 3D വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ആ രീതിയിലേക്ക് ഞങ്ങൾ ഇച്ചിരി മോഡേൺ ലുക്കിലേക്ക് തന്നെ വന്നു. രണ്ടും മിക്സിംഗ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു കോണ്ടംപററി മോഡേൺ ഡിസൈൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഡിസൈൻ്റെ ഒരു കൊളാഷ് ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലേ? നമുക്ക് ഓൾറെഡി കുറച്ച് ഫർണിച്ചർ ഓൾറെഡി ഇതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴമയും പുതുമയും തമ്മിൽ സംയോജിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയും കൂടിയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ മോഡേൺ ആയിട്ടുള്ളത് വരുമ്പോൾ അപ്പോഴും നമുക്ക് ആ പഴമയെ അങ്ങ് വിട്ടുപോകാനൊരു മനസ്സ് വരുന്നില്ല. പിന്നെ ഇത്രയും നാളായിട്ടും ഞാൻ പറഞ്ഞില്ലേ 30 years ഒക്കെ കഴിഞ്ഞ ഫർണിച്ചേഴ്സാണ്. അത് നമ്മുടെ ഒരു അസറ്റാണ്. അപ്പോൾ അത് കളഞ്ഞിട്ട് പുതിയ ഇതിൻ്റെ പിന്നാലെ പോകുന്നതിൽ നല്ലത് ആ പഴമയെ പുതുമയോട് കൂടി ബന്ധിപ്പിക്കുന്നതാണ്. അതിൽ ഒരു 90% ഞങ്ങൾ ഇവരുടെ ഹെൽപ്പ് കൊണ്ട് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ എല്ലാം ഫോണിലൂടെയുള്ള അതിന് അപ്പം ഇപ്പോൾ പിന്നെ സമയ വ്യത്യാസം ഉണ്ടല്ലോ. ഇവരെപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെളുപ്പിന് 4 മണിക്ക്. അപ്പം അതിൻ്റേതായ ഇച്ചിരി ഇതുണ്ടായെങ്കിലും പക്ഷെ മാം ആയാലും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ. പിന്നെ ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. ഞാൻ ആരെങ്കിലും വിളിക്കുമ്പോൾ ആശയുടെ നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പൊതുവെ പറയുന്നത്. മിക്കവാറും വിളിക്കുന്നത് ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും വിളിക്കുന്ന സ്ത്രീകളായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹാപ്പിയാണ്? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവാസിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ മലയാളിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു ചെറിയ നാളിക, അതങ്ങനെ പാട്ട് തന്നെയുണ്ടല്ലോ, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു, അതേപോലെ അതൊരു സ്വപ്നമാണ്. മണ്ണുണ്ട്, പക്ഷേ ഇത് മണ്ണിൻ്റെ മുകളിലായാലും വീട് ആയിരുന്നു എൻ്റെ സങ്കല്പം. പക്ഷേ ആ വീടുണ്ട്, പക്ഷേ ഇവർ തന്നെ വരും ഇടയ്ക്ക്. അപ്പോൾ വീട്ടിൽ അത്ര സേഫ്റ്റി അല്ല താമസിക്കാനായിട്ട്. ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സേഫ്റ്റി ഞങ്ങൾക്ക് വലിയ ഒരു കമ്മ്യൂണിറ്റിയാണ്, എല്ലാം കൊണ്ടും സേഫ്റ്റിയാണ്. പിന്നെ വീടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഗ്യാസ് അങ്ങനെയുള്ളതൊക്കെ നേരത്തെ ഇത് പൈപ്പ് ലൈനാണ്. വന്നാൽ തുറക്കുക. ഇപ്പോൾ പിള്ളേരും തന്നെ വരുന്നുണ്ട്, അവർക്കും ഇവിടെയാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും മണ്ണിൽ തൊട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ഇപ്പോൾ മുകളിലായി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സാർ, ഒരു ചെറിയ സമയത്ത് നമുക്കിങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നേക്കും. ഞങ്ങൾക്കും വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു ഇതിലിടപെടാനും സംസാരിക്കാനും പരിചയപ്പെടാനും സാധിച്ചു. താങ്ക് യു സാർ. താങ്ക് യു. സാറിൻ്റെ വീഡിയോയിലൊക്കെ ഒരു പ്രാവശ്യം വരിക എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊരു വളരെ ഹാപ്പിയാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ ചെയ്തിരുന്ന മാമിനും പിന്നെ അവരുടെ കമ്പനി സുരേഷ് സാറിനും പിന്നെ സ്പെക്ട്രയുടെ മൊത്തം ടീമിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ
താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ആശാജി, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതാണ്, ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റാണ്, എന്നാലും ചോദിക്കുക, നമ്മൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്? നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ തന്നെയാണ് എന്ന് കരുതി നല്ല പ്രോജക്ട്സുകൾ വരുമ്പോൾ ഔട്ട് ഓഫ് കേരളയും നമ്മൾ എടുക്കും ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്, നമ്മളെപ്പോഴും ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് പ്രൊജക്റ്റിന് തുടക്കത്തിൽ തന്നെ പ്ലാനിങ്ങിന്റെ വീട് എന്ന് പറയുന്ന ആ സ്വപ്നം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വീടിന്റെ പാർട്ട് തന്നെയാണ് ഇന്റീരിയറും. കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ ഇന്റീരിയറും ഒരേപോലെ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും. യെസ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. കൂടാതെ ഫാക്ടറിയിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഇന്റീരിയർ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറി പോയി വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്ത് അവിടുത്തെ വർക്കിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ നേരിട്ട് കണ്ട് വർക്കിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വർക്ക് ഏൽപ്പിക്കുക. അപ്പോൾ നമ്പർ കൊടുത്തേക്കാം, നെറ്റ് വിളിച്ചു. അപ്പോൾ അടുത്ത പ്രൊജക്റ്റിൽ കാണാം. തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊജക്റ്റുകൾ വീണ്ടും കാണിക്കും. വീണ്ടും കാണാം അടുത്ത വീഡിയോ. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.